എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. മാധവൻ പറയുമല്ലോ, he used to drive after finishing shooting at 5 o'clock in the evening. He used to drive from Cochin to Trivandrum. என்ன செய்ய முடியும், ഇംഗ്ലീഷിലേ പേസി പഴക്കമായി പോச்சு. ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. പക്ഷെ മാധവന്റെ ഇംഗ്ലീഷ് ഒരു ഭയങ്കര ഡിക്ഷനാണ്. അണ്ണ മധുരാവിൽ 5 പെരിയ ട്യൂട്ടോറിയൽ കോളേജ് വെച്ചിരിക്കു സാർ. അവന് ഈ പൃഥ്വിരാജിന്റെ പ്രേതം കയറി എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. മാധവും ഗോകുലിനെയും നോക്കിയിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ 2 കാലഘട്ടമാണ്. ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? JSKയില് മാധവ് എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. JSKയിൽ എനിക്ക് ഡബിങ്ങിന് കണ്ടപ്പോ എനിക്ക് അത്ര തൃപ്തിയല്ലായിരുന്നു. എന്റെ മകനായത് കൊണ്ട് പറയല്ല, മനു ഒരു മണ്ടനാണ്. സത്യം പറയുള്ളൂ. നമ്മൾ അനാഥരാണിട്ടോ, പക്ഷേ ഗുണ്ടകളല്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ ഇന്ന് എനിക്ക് കണ്ടപ്പോ തോന്നി കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ. അപ്പൊ ഈ സത്യമൊന്നും ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി, കണ്ണിങ്ങനെ പിന്നെ നാണക്കെടുത്തി. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അച്ഛനാണത്രേ അച്ഛൻ. ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടോ, എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. സുരേഷ് ചേട്ടൻ അത് പറഞ്ഞതിന് നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു അച്ഛന്റെ രോദനമാണ്. അല്ലേ? എനിക്ക് ഡാഡി വേണ്ട. രോദനമാക്കണോ? ഇരിക്കട്ടെ, അങ്ങനത്തെ ഡയലോഗേ ഉള്ളൂ എന്റെ കയ്യിൽ കീശയില്. അതാ ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ.